കോട്ടണിൽ 290 മെറ്റീരിയൽസ് ചോദിച്ചിട്ട് ഒരുപാട് പേര് വിളിക്കലുണ്ട്. ഇനി നമുക്ക് കൂടുതലും ആവശ്യം അജ്രക്കാണ്. അതുകൊണ്ട് കോട്ടൺ എടുക്കണം എന്ന് വിചാരിച്ചാലും അജ്രക്കിൻ്റെ നല്ല മെറ്റീരിയൽ കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആ കോട്ടൻ്റെത് അവിടെ ഇട്ടിട്ട് അജ്രക്കൻ്റെ തന്നെ എടുത്തിടും. അതുകൊണ്ടാണ് കോട്ടൻ്റെത് അധികം എടുക്കാത്തത്. അപ്പോൾ യൂണിവേഴ്സലിൻ്റെയും ഭാരതിൻ്റെയും വർദ്ധമാൻ്റെ ഒക്കെ 290 പീസുകൾ എടുത്തിട്ടുണ്ട്. ഇതാകെ 120 പീസുകളേ ഉള്ളൂ. ബാക്കി ഇപ്പോൾ ഇതിൽ പകുതി മുക്കാലും നമുക്ക് ഓർഡർ ഉള്ളതാണ്. ഓരോരുത്തർ ഓരോ ഷോപ്പിലേക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കുള്ളതൊക്കെ മാറ്റി വെച്ചതാണ്. ഷോപ്പിലേക്കൊക്കെ ഉള്ള ആളുകൾ ആദ്യം ഓർഡർ തരും, അവരാദ്യം പേയ്മെൻറ്റും തരും. എന്നിട്ട് നമ്മളത് സാധനം എടുക്കുമ്പോൾ അവർക്ക് ഫോട്ടോസ് അയച്ചു കൊടുക്കും. അപ്പോൾ അതിൽ നിന്ന് പോലെ സെലക്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് വേണമെങ്കിലും അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരു 50-60 പീസ് എടുക്കണമെന്ന് മാത്രം. അപ്പോൾ ആ കൂട്ടത്തിൽ എനിക്കും കുറച്ചെടുത്തതാണ്. നമുക്ക് പേയ്മെൻറ്റ് ആദ്യം വെച്ചിട്ട് തരാതെ ഒരുപാട് പീസുകൾ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. കാരണം ഷോർട്ട് ഔട്ട് വരും. നമുക്ക് ആഴ്ചയിൽ ഇത് മാറ്റും വേണം. നമ്മളെ ഡയറക്റ്റ് കസ്റ്റമേഴ്സ് എന്താണെന്ന് വെച്ചാൽ അവർ ആദ്യം ഹാഫ് പേയ്മെൻറ്റ് വാങ്ങിയിട്ടാണ് ഞാൻ അടിക്കാനുള്ള വാങ്ങുക. അപ്പോൾ ഒരു 100-200 തന്നിട്ടായാലും അവർ 3-4 എടുത്താൽ 4 പൈസ നമ്മൾ അടിച്ചു കൊടുക്കണത് വരെ അവിടെ പെൻഡിങ് ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ റോൾ ചെയ്ത് പോകണം. അതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ അതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കും വേണം. നമുക്ക് പാർട്ട്ണർമാരും കൂടി ഉള്ളതുകൊണ്ട് അവരുടെ കാര്യങ്ങളും കൂടി നോക്കണം. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരും. അപ്പോൾ കൂടുതൽ സാധനം വേണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാതെ എടുക്കാന്ന് വെച്ചാൽ പിന്നെ അത് വേറൊരു ടെൻഷനാണ്. കഴിഞ്ഞ വർഷം അതേപോലെ ഒരാൾ ഗൾഫിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ 180 പീസുകൾ, അതും ആൽഫൈൻ്റെ പീസുകളാണ് എടുക്കാൻ പറഞ്ഞത്. നിങ്ങൾക്കറിയാലോ, സാധാ കോട്ടൺ പീസുകളെക്കാളും റേറ്റാണ്. 300 രൂപ, 280, 240 അങ്ങനെയൊക്കെ ആ റേഞ്ചിൽ പല ബ്രാൻഡിനനുസരിച്ച് പല വ്യത്യാസം. എന്നാലും നല്ല റേറ്റുള്ള ഒരു ക്ലോത്താണ് ആൽഫൈൻ്റും റയോണൊക്കെ. അപ്പം അങ്ങനെയുള്ള പീസുകൾ 150 പീസുകൾ ഒരാൾ ഓർഡർ ചെയ്തിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ 6 റണ്ണിങ് മെറ്റീരിയലും അവരെടുക്കാൻ പറഞ്ഞ് പേയ്മെൻറ്റ് നാളെ ഞങ്ങൾ പേയ്മെൻറ്റ് ചെയ്യും, നിങ്ങളിന്ന് ധൈര്യമായിട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ സാധനം പൈസ ഒക്കെ കൊടുത്തിട്ട്. കാരണം ഫുൾ പേയ്മെൻറ്റ് കൊടുക്കാതെ നമുക്ക് ആളുടെ കയ്യിൽ നിന്ന് സാധനം കിട്ടില്ല. ഞാൻ ഫുള്ള് സാധനം എടുത്ത് പിറ്റേ ദിവസം എന്നോട് നിങ്ങൾ പാക്ക് ചെയ്ത് വെച്ചോളി, അഡ്രസ്സും വിട്ടുതരാമെന്ന് പറഞ്ഞിട്ട് അഡ്രസ്സും അവർ വിട്ടുതന്ന് പിറ്റേ ദിവസം വിളിച്ചിട്ട് വേറെ ഒരു ടീം ഞങ്ങൾക്ക് പെട്ടെന്ന് അയച്ചു തരാം. എന്നോട് പെട്ടെന്ന് അയക്കാൻ പറഞ്ഞപ്പോൾ എങ്ങനെയായാലും ഗൾഫിലേക്ക് സാധനം എത്തുമ്പോൾ ഒരു 12-14 ദിവസമാവും. ഷിപ്പിൽ പോയിട്ട് അങ്ങനെയൊക്കെ വേണം അയക്കാനായിട്ട്. കാർഗോ ആയിട്ട് അയക്കുകയാണെങ്കിലും വേറെ രീതിയിൽ. അപ്പോൾ അങ്ങനെ എത്തുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെയാണ് അയച്ചു കൊടുക്കാറുള്ളത്. പെട്ടെന്ന് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവർക്ക് പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്ത് അവർ. അപ്പോൾ ഞാനിത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് സെയിലുള്ളതല്ലേ, നിങ്ങൾക്ക് സെയിലായിക്കോളും എന്ന് പറഞ്ഞിട്ട് അവർ കട്ട് ചെയ്ത്. പിന്നെ നമുക്ക് അങ്ങോട്ടൊന്നും പറയാനുമില്ല. പക്ഷെ നമ്മളവിടെ പെട്ട് എന്നല്ല, നമ്മളെ പേയ്മെൻറ്റ് അവിടെ ബ്ലോക്കായി കിടന്ന്. കാരണം ആൽഫൈൻ്റെ ഒന്നും നമുക്ക് കൂടുതൽ ആൾക്കാർ ചോദിക്കാറില്ല. ഞങ്ങളവിടെ ആൽഫൈന് വലിയ ആവശ്യക്കാരില്ല താനും. ഹെയറിങ് കോട്ടൻ്റെ ആളുകളാണ്. എന്നാലും ഞാനത് ജസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിലിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇത് പറ്റി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്തായാലും ഒരാഴ്ച ഞാൻ അതിൽ ടെൻഷൻ അടിച്ചിരുന്ന് അവിടെ. പെട്ടെന്ന് കാക്കുവിനോട് ഇത് പറയാൻ എനിക്കൊരു പേടിയല്ല. എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്രയും ശ്രദ്ധയില്ലാതെ കാക്കു ആദ്യം പറയേണ്ടതാണ്. ആദ്യം ഫസ്റ്റ് ടൈമിലൊക്കെ ഒരുപാട് പേര് പറ്റിച്ചിട്ടുണ്ട്. നിങ്ങൾ സാധനം അയച്ചോളൂ, നമ്മൾ അതിനെ കൊടുക്കാമെന്ന് പറയും. പോസ്റ്റ് ഓഫീസിലല്ല പേയ്മെൻറ്റ് ചെയ്യുക, സാധനം അവർ കയ്യിൽ റിസീവ് ചെയ്തതിന് ശേഷം നമുക്ക് സെൻഡ് ചെയ്യുമോ, അങ്ങനെയായിരുന്നു സംഭവം. അങ്ങനെ കുറേ പേര് എന്ത് ചെയ്തു, പിന്നെ അവർ സാധനം വാങ്ങിക്കൊണ്ടുപോയിട്ട് പിന്നെ പറയും ഞങ്ങൾ സെയിലാവുമോ നോക്കട്ടെ. പിന്നെ ചോദിക്കുമ്പോൾ സെയിലായിട്ടില്ല, ഇപ്പോഴും സെയിലായിട്ടില്ല, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് ഇതുവരെ കിട്ടാത്തത് അങ്ങനെ ഒരുപാട് പേരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാക്കുവിനെ അറിയണോണ്ട് തന്നെ സാധനം പോസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ കാക്കു ചോദിക്കും ഇതിൻ്റെ ബില്ല് അവിടെ, ഇത് അയച്ചു തന്ന ആളുടെ സ്ക്രീൻഷോട്ട് കാണിച്ചുകൊണ്ടാ എനിക്ക് കുറച്ച് മനസ്സലിവ് കൂടുതലാണ്. അങ്ങനെ ആയാൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞിട്ട് ശരിയാണ്. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ പറഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ വെറുതെ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് തലയിൽ കാവണ്ടെന്നുള്ളൊരു നമ്മളൊരു എന്താ പറയുക വില, നമ്മളൊരു വിശ്വാസം നമ്മൾ ഒഴിവാക്കണ്ടെന്ന് വെച്ചിട്ട് കാക്കുവിനോടും പറഞ്ഞില്ല ഒരു 3-4 ദിവസം. അതിൻ്റെ ശേഷം ഇതുപോലെ പ്രതീക്ഷിതമായിട്ട് ഫേസ്ബുക്കിൽ നിന്ന് വീഡിയോസ് കണ്ടിട്ട് ഒരാൾ കുറച്ച് റണ്ണിങ് മെറ്റീരിയലിന് മെസ്സേജ് അയക്കുന്നുണ്ടായി. അങ്ങനെ അവർക്ക് ഇതിൻ്റെ ഫോട്ടോസ് അയച്ചപ്പോൾ ആ റണ്ണിങ് മെറ്റീരിയൽസ് മുഴുവനും അവരെടുത്ത്. അപ്പോൾ ആൽഫൈൻ്റെ ക്ലോത്ത് വേണമെന്ന് വെച്ചപ്പോൾ അവർക്കും ആൽഫൈൻ്റെ ക്ലോത്ത് വേണം. 150 പീസ് ഉണ്ട്. അതിവിടെ ഇനിയിപ്പോൾ അവിടെ കിടക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും റണ്ണിങ് മെറ്റീരിയലിൻ്റെ ആ ഒരു 5-6 ദിവസം കൊണ്ട് തന്നെ നമുക്ക് തിരിച്ച് കിട്ടി. ആൽഫൈന് പിന്നെ ഞാൻ കുറച്ചെടുത്തിട്ട് ജസ്റ്റ് വീഡിയോസ് ആക്കിയിട്ടിട്ട് 5 ദിവസം കൊണ്ട് തന്നെ
ആ ആൽഫൈനും ഫുള്ളായി. അപ്പോൾ ഞാൻ ഒരിക്കലും ആ ആൽഫൈൻ അങ്ങനെ എന്താ പറയുക ഫുള്ളാവും എന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ അതിൻ്റെ ആവശ്യക്കാരുണ്ടെന്ന് മനസ്സിലായി, നാട്ടിലെല്ലാം ഓൺലൈനിൽ തന്നെ. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കണം, ലാഭമായാലും നഷ്ടമായാലും. അതുപോലെ ഒരു പണി വന്നാലും പടച്ചോനെ ഞാൻ ഇനി എന്താ ചെയ്യുക, ഞാൻ ഇത് നിർത്തുക, എന്താണ് കാക്കുവിനോട് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞിരുന്നിക്കാണെങ്കിൽ ഒന്നും നടക്കില്ല. അതിൻ്റെ പകരം അതിൻ്റെ സൊല്യൂഷന് കാണാനുള്ളത് എന്താണെന്ന് ആലോചിച്ചതുകൊണ്ട് പിന്നെ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല. അതുകൊണ്ട് പിന്നെ പടച്ചോനെ നമ്മളെ കൂടെ നിന്നതാണോ, നിന്നതാണ് അത് ഉറപ്പാണ്. അല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും. എന്തായാലും ഇതിങ്ങനെ ഞാൻ പറയാൻ കാരണം ഇന്നലെ ഫോൺ ചെയ്ത ഒരാൾ നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആക്കിക്കൂടെ, അത് അങ്ങനെ ആയിക്കൂടെ, നിങ്ങൾ എല്ലാ കാര്യത്തിനും അങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നതാണല്ലോ. നിങ്ങൾ വെറുതെ വീഡിയോയിൽ തള്ളി മറിക്കുകയാണ്. നിങ്ങൾക്കൊരാളുടെ നല്ലത് നിങ്ങൾ വിചാരിക്കണില്ല, പൈസ നിങ്ങൾ കുറച്ച് കൊടുക്കണില്ല. പൈസ കുറച്ച് കൊടുത്തിട്ട് ചെയ്യാൻ മാത്രമുള്ള എന്താ പറയുക വകുപ്പ് നമുക്ക് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അങ്ങനത്തെ ലോക്കൽ സാധനം കൊടുക്കണം. പൈസ കുറച്ചിട്ടെന്ന് പറഞ്ഞാൽ 100 രൂപക്ക് കിട്ടുന്ന ക്ലോത്തും ഉണ്ട്, അത് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു ലാഭം കിട്ടാനുണ്ടാവില്ല. കാരണം പിറ്റേ ദിവസം തന്നെ ആ ക്ലോത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വാങ്ങുമോ? ഇല്ല. ഇതൊക്കെ 290 പീസുകളാണ് കേട്ടോ. ഇത് ചുങ്കിടിൻ്റെ പീസാണ്. പക്ഷേ 290 തന്നെയാണ്, 320 കോട്ടൻ്റെ ചുങ്കിടിയാണ്. ബാക്കിയെല്ലാം ഈ ഒറ്റ പീസ് ഈ ഒരു കളറ്. ഇതിൽ 8-10 പീസുകളുണ്ട്. ഈ ഒറ്റ കളറ് മാത്രമായിട്ടാണ് ഈ ഒരു പീസ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു മോഡൽ 8-10 പീസ് ഈ ഒറ്റ കളറിലായിട്ട്. ചുങ്കിടിൻ്റെ മെറ്റീരിയൽസ് ബാക്കിയുള്ള കളേഴ്സും ബാക്കി ഇതൊക്കെ നോക്കിയിരുന്നു, പക്ഷെ കിട്ടിയിട്ടില്ല. അതിനി അടുത്ത പ്രാവശ്യം നോക്കാം. അതുപോലെ ഷാൾ മാക്സി 320 യെല്ലോ കളറിൻ്റെ ആ മോഡൽസ് അത് കഴിഞ്ഞ് 290 മാങ്ങാ പ്രിൻറ്റിൽ ഇനി 20 പീസ് എങ്ങാണ്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ വേണ്ടവരും വേഗം മെസ്സേജ് അയക്കാം. ഇതൊക്കെ 290 പീസുകൾ തന്നെയാണ്. ഇതൊക്കെ 2-3 കെട്ടുകളുണ്ട്. 2-3 കെട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇത് ഓരോരോ കെട്ടിൽ ഇതൊക്കെ 15 പീസൊക്കെ ഉള്ള അങ്ങനത്തെ കെട്ടുകളാണ്, ചെറിയ കെട്ടുകളാണ്. ഇപ്പോൾ വേഗം മെസ്സേജ് അയക്കണവർക്ക് വേഗം തരും. ഇതിന് കൂടുതൽ നമുക്ക് ആവശ്യക്കാരിലുണ്ട്, കൂടുതൽ പീസുകൾ എടുത്തിട്ടില്ല. ഇത് നമുക്ക് ടോപ്പ് അടിക്കാം, അതുപോലെ നൈറ്റി അടിക്കാം. അജരക്കിൻ്റെ പോലെ ആ 2-3 കളറുകളും എടുത്ത് നിൽക്കുന്ന പോലാണെങ്കിൽ വേഗം ഇങ്ങോട്ട് വരിക. അതുപോലെ ഒന്ന് അടിച്ച് പഠിക്കാൻ ഇപ്പം ഈ ചൂടിനിടാൻ ഒക്കെ അടിപൊളിയാണ്. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേണുകളിലാണ് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. ചില തുണികൾ നമ്മൾ കാണുമ്പോൾ ഭംഗിയുണ്ടാവില്ല, പക്ഷെ അടിച്ചിടുമ്പോൾ ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ നിവർത്തിയത് എങ്ങനെയെന്ന് കാണിക്കാനാണ് ഈ വീഡിയോ ഇടുന്നത്. അതുപോലെ മിഞ്ഞാന്ന് ഒരു ജസീല വിളിച്ചിട്ടുണ്ടായിരുന്നു പൊന്നാനിന്ന്. അവർ പറഞ്ഞത് നിങ്ങളെപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും. എൻ്റെ ഉമ്മാക്ക് ഒരു വരുമാനവും ഇല്ലായിരുന്നു. ഉമ്മ ഇത്ര സമയം വരെ ഉപ്പാൻ്റെ തണലിലാണ് നിന്നത്. ഇപ്പോൾ ഉമ്മാക്കൊരു നഷ്ടം വന്നിട്ടില്ല. അതുപോലെ ഒറ്റക്കാവുമ്പോഴോ ഡിവോഴ്സ് ആകുമ്പോഴോ അങ്ങനെയൊക്കെ ആകുമ്പോൾ മാത്രം എന്തെങ്കിലുമൊക്കെ നോക്കിയാൽ പോരാ. അല്ലാതിരുന്നാൽ നമുക്ക് നമ്മളെ വീടിൻ്റെ ഉത്തരവാദിത്തങ്ങൾ തന്നെ അല്ലേ. അപ്പോൾ ഇങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടം വരുന്നുണ്ടാവില്ല, മക്കളെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവില്ല, അപ്പോൾ ഭർത്താവിൻ്റെ എല്ലാ കാര്യം ചെയ്യാൻ നിൽക്കുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് ഉറക്കം കുറവുണ്ടാവും, നിങ്ങൾക്ക് നഷ്ടങ്ങൾ മാത്രമല്ലേ ഉണ്ടെന്ന്. അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിച്ചാൽ നമ്മളെന്ത് ചെയ്യുക, നമ്മൾ സത്യമാണോ ഒന്നുമില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഈ സമയത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മളെ നാട്ടിൽ എന്താ പറയുക മെമ്പർമാരായിട്ട്, ഡോക്ടർമാരായിട്ട്, ടീച്ചർമാരായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അവരാരും ജോലി ഉണ്ടെന്ന് വെച്ചിട്ട് കുടുംബജീവിതം, വീട്, ബാക്കി കാര്യങ്ങളൊന്നും മറന്നുകൊണ്ട് ചെയ്യുന്നവരല്ല. രണ്ടും ബാലൻസിലാക്കിയിട്ട് ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഒന്നുമില്ലാത്ത ഒരാൾക്ക് പെട്ടെന്നൊരു ഡിവോഴ്സായി എന്ന് വിചാരിച്ചു ഈ ആൾ പറഞ്ഞ പോലെ ആകെ തകർന്നു പോകും. പക്ഷേ നേരെ മറിച്ച് ഒരു ജോലിയോ കാര്യങ്ങളോ ഉള്ളതാണെങ്കിൽ ഒന്ന് മൈൻഡ് കൺവെർട്ട് ചെയ്യാനും അവരുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനൊക്കെ ഒരു ജോലിയുള്ള ആളുകൾക്ക് പെട്ടെന്ന് സാധിക്കും. ഒന്നുകിൽ ജോലിക്ക് പോയാൽ തന്നെ പകുതി പ്രഷർ കുറയുന്നതാണ്, പകുതി ടെൻഷൻ കുറയും. നമ്മൾ ചിന്തിക്കുന്ന പോലെയാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയാണ് നമ്മളെ കാര്യങ്ങൾ വരിക. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയാവും. ഞാൻ പറയുന്നത് എൻ്റേതായിട്ടുള്ള രീതിയിലാണ്. ആ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നവർ മനസ്സിലാക്കുക. അപ്പോൾ മെറ്റീരിയൽ വേണ്ടവർ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. അതിൻ്റെ കൂടെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ നമ്മുടെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്